അയ്യോ വയ്യ വയ്യ അയ്യോ അയ്യോ വെള്ളം കുടി വെള്ളം അയ്യോ അയ്യോ നിർത്തണം കാട്ട് കണ്ടേ അയ്യോ അയ്യോ ആദി നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ്. വീഡിയോ ഒരു കിടുക്കാച്ചി വീഡിയോ. എന്താണ് ഈ വീഡിയോയുടെ പ്രത്യേകത? അതിന് മുമ്പായിട്ട് എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ സബ്സ്ക്രൈബ് ചെയ്തോണം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ട് പോകണമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാനില്ല. നിങ്ങൾ എന്തൊരു വീഡിയോ കണ്ടിട്ട് പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് നീ വീണ്ടും പറയണം. സബ്സ്ക്രൈബ് കാണുക. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വീഡിയോ. നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോ മന്തി ഈറ്റിംഗ് ചാലഞ്ച് എന്നാണ് നിങ്ങൾ തമ്മിൽ കണ്ടെങ്കിൽ ഈ കാണുന്ന മന്തിയാണ് നമ്മൾ തിന്നാൻ പോകുന്നത്. ഞാൻ ഇവന്മാർ ഇത് എന്തിരി പാരിക്കോരിട്ട് സത്യം നമുക്ക് പറഞ്ഞിട്ടുണ്ടോ. നമ്മൾ ഈ സാധനം ഓർഡർ ചെയ്തിരിക്കുന്നത് കട പറഞ്ഞുതരാം. പിന്നെ പാർട്ട്ണർഷിപ്പും പ്രൊമോഷൻ ഒന്നുമല്ല സംഭവം. നമ്മൾ എന്തെങ്കിലും കട പറഞ്ഞുതരാം. ഈ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന സംഭവം ഇങ്ങനെ ബാർബിക്യൂ സ്പേസ് എന്നാണ്. ഇപ്പോൾ സ്വിഗ്ഗിന്ന് വന്നതേ ഉള്ളൂ. നമ്മൾ അതേ ചൂടോടെ എടുത്ത് കഴിക്കാൻ വേണ്ടി ബാർബിക്യൂ സ്പേസ് എന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് കഴിച്ചിട്ട് പറയാം. ഇത് അവരെന്തൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും മന്തി ഓപ്പൺ ചെയ്യാം. ബിരിയാണി ചാലഞ്ചിൽ നമ്മൾ ഈ പാട്ടാണ് വെച്ചിരുന്നത്. നിങ്ങൾ ദയവേത് പോയി കാണുന്നില്ല. എല്ലാരും പോയി കാണുക. ഇതൊക്കെ പഴയ ഓർമ്മയല്ലേ. പയ്യ പൊട്ടി അപ്പൊ ഇട്ടപ്പോ കുറച്ച് താഴെ വീണെന്നുള്ളൂ. നമ്മളതൊക്കെ സെറ്റാക്കി. മന്തി ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് ചിക്കൻ നോക്കാം അല്ലേ. എല്ലാം ഒന്ന് അൺബോക്സിങ് ചെയ്ത് കാണിക്കണമെന്നേ ഉള്ളൂ. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അൽഫാം മന്തിയാണ്. ഇത് നമ്മൾ ഫൈനൽ ടച്ചും വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, കോമഡി. ഇനി പെട്ടെന്ന് കഴിക്കാമോ? ഇത് നമ്മുടെ സലാഡാണ്. ഇത് മറ്റേ ടൊമാറ്റോ സലാഡ്. ഈ സലാഡ് നിങ്ങൾക്കറിയാം കുറെ വെജിറ്റബിൾസ് മാത്രം. ഇത് ചാനാണ്, എനിക്ക് വേണ്ട. ടൊമാറ്റോ സലാഡ്. ഇത് ടൊമാറ്റോ സലാഡ് അല്ലേ. ഇത് മറ്റേ മന്തിയുടെ കൂടെ നമുക്ക് കിട്ടുന്നൊരു ടൊമാറ്റോ വാട്ടർ. അതിന്റെ പേരെന്ന് എനിക്കറിയില്ല. ഇതാണ് നമ്മുടെ മയോണൈസ്. ഇത് ഞാൻ ഇപ്പൊ തുറക്കുന്നില്ല. തുറന്നു പിന്നെ തുറന്നു കാണിച്ചില്ല. അപ്പൊ ഈ സാധനങ്ങളെ നമ്മൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കി റെഡി ആക്കിയിട്ട് നിങ്ങൾ കാണിച്ചു. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ മന്തിയൊക്കെ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മന്തിയുടെ ഒരു ടേക്ക് ഓവർ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ടൈമർ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. 3, 2, 1 സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. What a beautiful. അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അത്യാവശ്യം ഒന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മയോണൈസ് അടിപൊളി. ജയിക്കോ? വേണ്ട, ഇതില്ല. സീരിയസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ കുറച്ച് മയോണൈസ് ഒഴിച്ചു ഇങ്ങനെ വെച്ചിട്ട് കൊള്ളാല്ലേ. സൂപ്പറല്ലേ, ഒരു രക്ഷയില്ല. അവിടെ പോയി തന്നെ മേടിച്ച് കഴിക്കണം. നമുക്ക് അവിടെ പോയി ഇരുന്ന് കഴിക്കണം. അവിടുത്തെ ഒരു വ്യൂ കാണുമ്പോൾ കിട്ടുമെന്നാണ് എല്ലാവരും പറയണത്.
നമ്മളെ പോയപ്പോഴും അങ്ങനെ തന്നെ. എപ്പോ പോയി? എവിടെയാണ് ഓട്ടം? ഇവിടെയാണല്ലേ. സംഗമം ദേവി. മന്തി വേണമെങ്കിൽ, മന്തി കഴിക്കണമെങ്കിൽ വെള്ളം എന്ന സാധനം വേണം. ഇല്ലെങ്കിൽ പോവും. ഫിനിഷ്ഡ്. ഫസ്റ്റ് ഇനിയൊരു സത്യം പറയട്ടോ, ഇത് വെള്ളം കൂടി ചാലഞ്ച് ആയിരുന്നു. ഞാനാണ് ജയിച്ചത്. നല്ല കോമഡി. ചിരിച്ചു. ഇനി സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം പറയാം. ഇത്രയും നേരം പറയാപ്പോൾ കള്ളോ. സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയാം. എരിവ് പറ്റാത്തവരൊരിക്കലും ഈ മന്തി വാങ്ങിക്കല്ലേ. എരിയാണ്. അത്യാവശ്യം നല്ല എരിവുണ്ട്. അയ്യോ വയ്യ. അയ്യോ അയ്യോ. വെള്ളം കൂടി. അയ്യോ അയ്യോ. നിർത്തണം. കാട്ട്. അയ്യോ ആദി പെട്ടെന്ന് കഴിക്കാൻ നോക്ക്. എന്റെ സമയം അത്രയും കളഞ്ഞു. உள்ள வந்த பாரு டி அண்ணன் அந்த தளபதி. ജയിച്ചു. എന്നോട് ജയിച്ചു. ബാക്കി നമ്മള് ചാലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചാലഞ്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നെ ഫയറങ്ങ് തലപിടിച്ചു. സത്യം പറഞ്ഞാൽ നല്ലൊരു ചാലഞ്ച് ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമൊക്കെ ഭയങ്കര സ്പീഡിൽ നമുക്ക് കഴിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങ് സ്ലോ ആയി പോയി. നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെയാണ് ഉദ്ദേശിച്ചത്. അല്ല, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളല്ല, ഞാൻ മാത്രം. അവസാനം വരെ ഒരുപോലെ തന്നെ. അപ്പോൾ ഇതുപോലത്തെ ചാലഞ്ച് വീഡിയോസ് ഇനിയും വേണമെങ്കിൽ, ഈറ്റിംഗ് ചാലഞ്ചുകൾ ഇനിയും വേണമെങ്കിൽ നമ്മൾ ഇനിയും ഫ്രണ്ട്സായിട്ട് വരും. കുട്ടികൾക്കൊക്കെ ചിലവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഇത് വല്ലാത്തൊരു ചാലഞ്ചായി പോയി. മന്തി ചാലഞ്ച് ഇനി ഞാൻ ജീവിതത്തിൽ ചെയ്യില്ല. ഭയങ്കര വയറൊക്കെ അങ്ങ് വീഴ്ത്തുപോയി. അപ്പോൾ അടുത്തൊരു പിന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കിടക്കാഴ്ച ചാലഞ്ച് ആയി വീണ്ടും വരുന്നത്. ദിസ് ഇസ് അബി ആൻഡ് ദിസ് ഇസ് ആദി. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ വീണ്ടും.